ദക്ഷിണ കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മലേഷ്യ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന ചരിത്രവും നിറഞ്ഞ രാജ്യം. 1-ാം നൂറ്റാണ്ട് മുതൽ മലേഷ്യൻ പ്രദേശങ്ങൾ ഇന്ത്യ, ചൈന, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലായി വ്യാപാര ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. ആ കാലത്ത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സ്വാധീനവും ശക്തമായിരുന്നു. ഹിന്ദുമതവും ബുദ്ധമതവും ഈ കാലഘട്ടത്തിൽ പ്രചരിച്ചു. അങ്ങനെ 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ മലാക്ക സുൽത്താനത്ത് മലേഷ്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഘട്ടമായി മാറി. ഇസ്ലാം ഈ കാലങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. അതോടൊപ്പം മലാക്ക ലോകത്തിലെ പ്രധാന വ്യാപാര തുറമുഖമായി മാറി. അത് തുറുപ്പ് ചീട്ടായി കണക്കിലെടുത്ത് 1511 പോർച്ചുഗീസുകാർ മലാക്ക പിടിച്ചടക്കി. 1641 ഡച്ചുകാർ അധികാരം ഏറ്റെടുത്തു. 1824 ബ്രിട്ടീഷുകാർ മലാക്ക ഉൾപ്പെടെ മലേഷ്യയുടെ ഭൂരിഭാഗവും പിടിച്ചടക്കി. ബ്രിട്ടീഷ് ഭരണകാലത്ത് റബ്ബർ, ടിൻ ഖനനം എന്നിവ വളർന്നു. ആ കാലങ്ങളിൽ ചൈനീസ് ഇന്ത്യൻ തൊഴിലാളികൾ വലിയ തോതിൽ മലേഷ്യയിലേക്ക് കുടിയേറി. 1941-1945 കാലഘട്ടത്തിൽ ജാപ്പനീസ് അധിനിവേശം കൂടിയായപ്പോൾ മലേഷ്യൻ ജനതയ്ക്ക് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. ജാപ്പനീസ് തന്ത്രങ്ങളുടെ ചെറുത്തുനിൽപ്പിന് സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ ശക്തമായി. ഒടുവിൽ 1957 ഓഗസ്റ്റ് 31 മലേഷ്യ ബ്രിട്ടീഷുകാരിൽ നിന്നും ജാപ്പനീസ് അധിനിവേശത്തിൽ നിന്നും സ്വതന്ത്രമായി. 1963 സെപ്റ്റംബർ 16 സബ, സർവ, സിംഗപ്പൂർ എന്നിവ ചേർന്ന് മലേഷ്യ രൂപീകരിച്ചു. പക്ഷേ 1965 സിംഗപ്പൂർ മലേഷ്യയിൽ നിന്ന് വേർപെട്ടു. അത് കഴിഞ്ഞ് 13 സ്റ്റേറ്റും 3 ഫെഡറൽ ടെറിട്ടറീസുമായി മലേഷ്യ എന്ന രാജ്യം മാറി. ഇന്ന് മലേഷ്യ ഒരു വികസിത രാജ്യമാണ്. വ്യവസായം, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പുരോഗതി കൈവരിച്ച് മുന്നേറുന്നു. മൾട്ടി കൾച്ചറൽ സമൂഹമാണ് മലേഷ്യയുടെ പ്രത്യേകത. അപ്പോൾ ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. അപ്പോൾ വീഡിയോ ഷെയർ ആക്കാൻ മറക്കണ്ട.